നമസ്കാരം. ആർക്കാനും വേണ്ടി ഓക്കാനിക്കരുത്, അവസാന പണി അണ്ണാക്കിൽ കിട്ടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പൊ എന്റെ അണികളെല്ലാം ജയിലില്, നേതാക്കൾ മുങ്ങുകയും ചെയ്തു. ഇറങ്ങിപ്പോടാ, അടിക്കട, തല്ലട, കുത്തട, ചവിട്ടിപ്പൊളിയട, ചില്ലടിച്ച് പൊളിക്കട എന്നൊക്കെ പറഞ്ഞ നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ എവിടെ പോയി എന്നറിയാൻ വയ്യ. ഒരൊറ്റ എണ്ണം മിണ്ടുന്നില്ല. ഇത്രയും ദിവസമായിട്ട് ആ പാവങ്ങൾ ജയിലിൽ ജാമ്യം കിട്ടാതെ നിൽക്കുക. ജാമ്യം എന്ന് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. ഇതിൽ പഠിക്കാൻ പോകുന്നവരുണ്ട്, പിള്ളേർമാരൊക്കെ ഉണ്ട്. എല്ലാത്തിനും പിടിച്ചകത്തിട്ടേക്കണം. രാത്രി 3 മണിക്കൊക്കെയാണ് ഉറക്കപ്പായിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയി ജയിലിലാക്കുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ! ആവശ്യമില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ചാടി ഇറങ്ങുന്ന കുറേ കമ്മിക്കൂട്ടങ്ങൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഈഡി റെയ്ഡിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് അന്നുണ്ടായ അക്രമ പരമ്പരകളും അതിന് പിന്നാലെ നടന്ന പോലീസ് നടപടികളൊക്കെ നമുക്കറിയാം, വലിയ വാർത്തയായതാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പുതിയ ചർച്ചകൾക്ക് വഴിയുണ്ടായത് അതല്ല. പാർട്ടി ഓഫീസിന്റെ മുന്നിൽ പോലീസുകാർ കാവൽ നിന്നു എന്നുള്ള സംസാരമാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് പിന്നീട് വന്നിട്ടുണ്ട്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും അവരെ തടയാൻ ശ്രമിച്ചിട്ട പോലീസുകാരെയും കല്ലെറിഞ്ഞിട്ടും മാരകായുധങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചിട്ടും പിന്നെ അവരെ വാഹനത്തിൽ നമുക്കറിയാലോ എടുത്ത് എറിഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത്. എവിടെ നിന്നാണ് ഈ ഇഷ്ടികയും കുറുതടി വന്നതെന്ന് അറിയാൻ വയ്യ. ഇഡിക്കെതിരെ പ്രതിഷേധിക്കാൻ വരുമ്പോൾ സാധാരണ കൈയും വീശിയാണ് വരല്ലേ. പക്ഷേ ഇവിടെ ഇഷ്ടിയും കുറുതടിയും അതും ഇതും എല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഇതിന് തന്നെ പറഞ്ഞല്ലോ, ചിലർ പറഞ്ഞല്ലോ, ഞങ്ങൾ പാർട്ടി പറഞ്ഞത് അപ്പടി അനുസരിച്ചതാണ് എന്നത്. അതായത് പാർട്ടി പറഞ്ഞുവിടാ, കല്ലും കുറുപടിയായിട്ട് വയ്ക്കോ, അടിച്ചു തകർത്തോ എന്ന് പറഞ്ഞു അല്ലേ. അതാണ് ചോദിച്ച വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ SFI DYFI പ്രവർത്തകർ ജാമ്യം പോലും ഇല്ലാതെ അഴിക്കുള്ളിലാണ്. ഈ സംഭവം നടന്ന ദിവസം അക്രമം നടത്തിയിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ നടന്ന് നമുക്കറിയാം. അക്രമം നടക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് പോലീസുകാർ നിസ്സംഗരായി നോക്കി നിന്നു. അത് ശരിയാ, കാരണം അത്രത്തോളം വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതിനോളം വന്ന പോലീസ് ഇല്ലായിരുന്നു. ഒരു ലാത്തി ചാർജോ മറ്റോ നടത്തി കഴിഞ്ഞാൽ ഓടാൻ ചെയ്യും. പക്ഷെ അതൊന്നും ചെയ്യാതെ ആ വണ്ടി തകർക്കപ്പെടുന്നത് വരെ നോക്കി നിന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് പാർട്ടി ഓഫീസിന്റെ മുന്നിൽ സിൻഡിക്കേറ്റ് നേതാക്കളോടും CPM-ന്റെ നേതാക്കളോടും ഒക്കെ പോലീസ് ഇങ്ങനെ യാചിച്ച് നിൽക്കുന്ന അങ്ങനെ വാർത്തകളും അതിന്റെ ദൃശ്യങ്ങളുമൊക്കെ വലിയ നാണക്കേടാണ് സേനയ്ക്കുണ്ടാക്കിയത്. അവിടെ പറഞ്ഞത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് പ്രതികൾക്ക് സംരക്ഷണ വലയം തീർക്കുകയാണ്, നേതാക്കൾക്ക് പോലീസ് അവസരം നൽകുകയാണ് എന്നൊക്കെ രീതിയിലായിരുന്നു അന്നത്തെ വിമർശനങ്ങൾ. എന്നാൽ ഇത് നാണം കെടാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ ചെന്ന് തന്നല്ലെന്നും പാർട്ടിയുടെ കുതന്ത്രങ്ങളെ പൊളിച്ചെടുക്കാൻ വേണ്ടി പോലീസ് നടത്തിയ നീക്കങ്ങളാണ് എന്നും പിന്നീട് മനസ്സിലായി. അതായത് അവിടെ CPM കരുതിയത് ഇത്രയും വലിയൊരു അക്രമം നടക്കുമ്പോൾ ഒരു പോലീസ് ലാത്തി ചാർജോ കണ്ണീർവാതകമോ വെടിവെപ്പോ, കണ്ണീർവാതകം കൊണ്ടുവരാൻ ടൈം എടുക്കുമല്ലോ, ഏതായാലും വെടിവെപ്പ് സാധനം കീശയിലുണ്ടാവുമല്ലോ, എടുത്ത് 2 വെടിക്ക് മേലോട്ട് 2 വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ടും അക്രമം കൂടിക്കഴിഞ്ഞാൽ നേരെ 2 വെച്ച് കഴിഞ്ഞാൽ കൂത്തുപറമ്പിലൊക്കെ കിട്ടിയതുപോലെ ഒരു 4-5 എണ്ണത്തിന് കിട്ടും, അല്ലെങ്കിൽ 2 എണ്ണത്തിനെങ്കിലും കിട്ടും. അതോടുകൂടി CPM-ന് അങ്ങോട്ട് ഉഷാറാകാം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതൊരു പക്ഷേ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഈ വന്ന EDന്റെ കൂടെ വന്നിട്ടുള്ള പട്ടാളക്കാർക്കും ഒക്കെ അവർക്കൊക്കെ അത് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. കാരണം അവർ കുറെ കാലമല്ലേ ഇവരെ കാണാൻ തുടങ്ങിയിട്ട്. ആ നിലപാടായിരുന്നു ശരിയെന്ന് പിന്നീട് മനസ്സിലായി. രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള CPM-ന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു നീക്കം, ഒരു ഗൂഢതന്ത്രം ഫലപ്രദമായിട്ട് പട്ടാളവും പോലീസും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചീറ്റി. എന്നാൽ ഇതിന് ശേഷമാണ് കാര്യങ്ങളുടെ ട്വിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുന്നത്. ജാമ്യാപേക്ഷകൾ, ഈ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള പ്രതികളെ, ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷകൾ തുടർച്ചയായിട്ട് തള്ളാൻ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് പാർട്ടിക്ക് ബോധ്യമാവുകയും ചെയ്തു. ഇതോടെ പ്രതികളെ പാർട്ടി ഓഫീസുകളിൽ ഒളിപ്പിക്കുന്ന പരിപാടി നേതാക്കന്മാരെ നിർത്തി. കാരണം 26 പൊക്കി അകത്തിട്ട് ജാമ്യമില്ല. 300ഓളം പേരുടെ പേരിൽ കേസുണ്ട്. കണ്ടാലറിയുന്നവരാ. എല്ലാവരുടെയും വീഡിയോ ദൃശ്യങ്ങളും എല്ലാം പോലീസിന്റെയും പട്ടാളത്തിന്റെയും EDന്റെയും ഒക്കെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ പാർട്ടി ഓഫീസിൽ കയറി ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പാർട്ടി നേതാക്കളും കൂടി അകത്ത് പോകേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ ഒളിപ്പിക്കുന്ന പരിപാടി പാർട്ടി നേതാക്കൾ അങ്ങോട്ട് നിർത്തി. ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? ജോർജ് ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെ നിന്നും ഒരു പിടിയില്ല. സ്കൂൾ തുറക്കുകയാണ്, പുതിയ അധ്യയന വർഷമാണ്. ആ സമയത്ത് നേതാക്കളെ മനഃപൂർവ്വം അകത്തിടാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു എന്ന ആരോപണമായിട്ട് SFI ഒന്ന് പൊടിയും തട്ടിയൊക്കെ ഒന്ന് ഇറങ്ങി. പക്ഷേ പോലീസ് നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ സംഗതി പിന്നെ അത് പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. നേരത്തെ പറഞ്ഞതുപോലെ 300ഓളം പേർക്കെതിരെയാണ് കേസ്. അതിൽ 26 പേരാണ് ഇപ്പോൾ ജയിലിലുള്ളത്. ഏതായാലും നേതാക്കളുടെ പ്രസംഗം കേട്ട് ആവേശത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ കല്ലെറിഞ്ഞ ചോട്ട നേതാക്കന്മാരുടെയും സാധാരണ പ്രവർത്തകരുടെയും ഭാവിയാണ് ഇപ്പോൾ തുലാസിലായിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് നീക്കിക്കൊണ്ടു പോകാൻ അങ്ങോട്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ വരും വർഷങ്ങളിൽ കേസും കോടതിയുമായിട്ട് ജീവിതം ഹോമിക്കേണ്ടി വരുന്നത് ഈ പാവം അണികൾക്ക് മാത്രമായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ നേതാക്കൾ തല്ലടാന്ന് പറയുമ്പോൾ തല്ലുക, കൊല്ലടാന്ന് പറയുമ്പോൾ കൊല്ലുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ചാടി പുറപ്പെടുക, മറ്റുള്ളവന്റെ മേലെ കുതിര കയറുക എന്നതൊക്കെ നടത്തുമ്പോൾ
തങ്ങൾ ജയിലിന്റെ ഉള്ളിൽ അരുമ്പഴിക്കുള്ളിൽ കിടക്കുമ്പോൾ അവിടെ കൊതുകടിയും കൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ നേതാക്കൾ ഇറക്കിവിട്ട നേതാക്കളുടെ എസിന്റെ പവറിൽ തന്നെ ചാരി ഇരുന്നുകൊണ്ട് അടുത്ത ഇരകളെ തേടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഇനിയെങ്കിലും അഭിനവ കമ്മിക്കൂട്ടങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. Different angles. Don't forget to subscribe and support this channel.